الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് അവൻ്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ഐഹിക ജീവിതം, ഓരോ വിശ്വാസിയും ഈ ജീവിതത്തെ നോക്കിക്കാണുന്നത് ഒരു പരീക്ഷാലയമായിട്ടാണ്. ഒരു പരീക്ഷ എഴുതാൻ ഒരു വിദ്യാർത്ഥി പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് ആ വിദ്യാർത്ഥി പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. അതേ ഒരു മാനസിക സ്ഥിതിയോടെ, അവസ്ഥയോടുകൂടെയാണ് ഓരോ വിശ്വാസികളും അവന് നൽകപ്പെട്ട ഈ ജീവിതം ജീവിച്ചു തീർക്കുന്നത്. അങ്ങനെയാണ് ജീവിച്ചു തീർക്കേണ്ടത് എന്നാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത്.
പരീക്ഷ കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരും. ആ റിസൾട്ട് ഏറ്റവും സന്തോഷകരമായിരിക്കണം. പേപ്പർ ലഭിക്കുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള മാർക്ക് അതിനകത്തുണ്ടാവണം. അതിനു വേണ്ടി അവൻ പരിശ്രമിക്കേണ്ടതുണ്ട്, നന്നായി അധ്വാനിക്കേണ്ടതുണ്ട്. അവന്റെ ജീവിതം ആ പരീക്ഷയിൽ വിജയിക്കുന്നതിന് വേണ്ടി അവൻ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. തീരെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാത്ത, പരിശ്രമിക്കാത്ത ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ പരാജയപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. എന്നതുപോലെ തന്നെ ഒരു തരത്തിലുള്ള നീക്കുപോക്കുകളും സാധ്യമല്ലാത്ത ഒരു ലോകത്ത് റിസൾട്ട് വരുന്ന ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ആ പരീക്ഷയിൽ ഒറ്റത്തവണ മാത്രമുള്ള ആ പരീക്ഷ, നമ്മൾ പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു പരിചിതമായ ഒരുപാട് പരീക്ഷകളുണ്ട്. ആ പരീക്ഷകളൊക്കെ ഇപ്പോൾ പരാജയപ്പെട്ടാൽ അടുത്ത വർഷം എഴുതാം, അതല്ലെങ്കിൽ അതിനൊരു സേ എക്സാം അടുത്ത സെപ്റ്റംബറിൽ എഴുതാം, അടുത്ത മാർച്ചിൽ എഴുതാം, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും എഴുതി നോക്കാലോ എന്ന ഒരു പ്രതീക്ഷ ദുനിയാവിലെ പരീക്ഷകൾക്കുണ്ട്. എന്നാൽ ഒറ്റത്തവണ മാത്രം എഴുതാൻ സാധിക്കുന്ന, ആ തവണ പരാജയപ്പെട്ടാൽ എന്നേക്കുമായി പരാജയപ്പെട്ടേക്കാവുന്ന ഒരു പരീക്ഷയിലാണ്, പരീക്ഷയുടെ ലോകത്താണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്. അതുകൊണ്ട് തന്നെ ആ പരീക്ഷയിൽ വിജയിക്കാനുള്ള പരിശ്രമങ്ങളാണ് വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്നാണ് ബുദ്ധിപരമായി വിവേകത്തോടുകൂടെ ഈ ജീവിതത്തെ നോക്കിക്കാണുന്ന ഓരോ വിശ്വാസിയും മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ആമുഖമായി ഓതിവെച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് 60-ാം അധ്യായം, അതിന്റെ 2-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറഞ്ഞത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഈ ജീവിതവും മരണവും ഒക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല അമല് പ്രവർത്തിക്കുന്നവൻ, നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവൻ, ഇത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജീവിതം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്നർത്ഥം. അഥവാ പരീക്ഷണങ്ങൾ ഈ ലോകത്തുണ്ടാകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഈ പരീക്ഷണ കാലഘട്ടത്തിൽ പല രൂപത്തിൽ അല്ലാഹു നമ്മെ പരീക്ഷിക്കും. നമ്മുടെ ഐഹിക ജീവിതം എപ്പോഴും സന്തോഷം നിറഞ്ഞത് മാത്രമായിരിക്കില്ല. ചില സന്ദർഭങ്ങളിൽ സന്താപങ്ങളുള്ള, ദുഃഖങ്ങൾ കൂടെ ഉള്ള, അത് സമ്മിശ്രമായ ഒരു ജീവിതം നമുക്ക് നൽകപ്പെട്ടേക്കാം. വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമുള്ള ജീവിതം നമുക്ക് നൽകപ്പെട്ടേക്കാം. സാമ്പത്തികമായി നമുക്ക് ലഭിക്കുമ്പോൾ അത് ഒരു പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന് മാത്രം നമ്മൾ ധരിച്ചു വെച്ചുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ 21-ാം അധ്യായം സൂറത്തു അംബിയായിലൂടെ നമ്മോട് പഠിപ്പിച്ചു, വലനബ്ലുവക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. വനബലുവക്കും, നിങ്ങളെ നാം പരീക്ഷിക്കും, ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ശർറ് നൽകിയിട്ടും ഖൈറ് നൽകിയിട്ടും. അപ്പൊ സന്തോഷം നൽകിയിട്ട് അല്ലാഹു പരീക്ഷിക്കും ചിലപ്പോ. അതേ രൂപത്തിൽ തന്നെ പ്രയാസങ്ങൾ നൽകി, ദുഃഖം നൽകിയിട്ടും അല്ലാഹു പരീക്ഷിക്കും. സമ്പത്ത് നൽകിയിട്ട് അല്ലാഹു പരീക്ഷിക്കും ചിലപ്പോ ദാരിദ്ര്യം നൽകിയിട്ടായിരിക്കും അല്ലാഹു പരീക്ഷിക്കുക. നമുക്ക് അല്പം സന്തോഷമുണ്ടാകുന്ന ചില കാര്യങ്ങൾ, അല്പം സമ്പത്ത് വരുമ്പോ, ഒരു വീടുണ്ടാകുമ്പോ, ഒരു വാഹനം ലഭിക്കുമ്പോ, അല്പ സന്തോഷങ്ങൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ വരുമ്പോ നമ്മൾ അമിതമായി സന്തോഷിക്കുകയും ഇതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന ധാരണയും അതൊരു പക്ഷെ നമ്മൾ തിരുത്തി കുറിക്കേണ്ടതുണ്ട് എന്നർത്ഥം. അള്ളാഹ് പഠിപ്പിക്കുന്നു, അതും ഒരു പക്ഷേ പരീക്ഷണമായേക്കാം. വിശ്വാസി എങ്ങനെയാണ് ഈ രണ്ട് സന്ദർഭങ്ങളിലും ഈ വിഷയങ്ങളെ എങ്ങനെ വിശ്വാസി സമീപിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്. ഞാനും നിങ്ങളും വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വിശ്വാസിയെ അള്ളാഹ് പരീക്ഷിക്കുന്നത് എന്തിനാണ്? വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ആയമളക്കാൻ, അതിന്റെ പവർ, അതിന്റെ കാഠിന്യം മനസ്സിലാക്കാൻ, അവനിലൂടെ തന്നെ അത് വെളിവാക്കി കൊണ്ടുവരാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരീക്ഷിക്കുന്നത്. ആ സമയത്ത് പ്രയാസങ്ങൾ ഉണ്ടാകും,
ദുഃഖങ്ങൾ ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും, കഷ്ടപ്പാടുകൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത്തരം സന്ദർഭങ്ങളെ എങ്ങനെയാണ് വിശ്വാസി സമീപിക്കുന്നത് എന്നതാണ് ഗൗരവത്തോടുകൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ആ സമയം ഒരു വിശ്വാസിയുടെ നിലപാട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അവൻ ക്ഷമാലുവായിരിക്കും എന്നുള്ളത്, ക്ഷമിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അവനെ ഒരു വിശ്വാസിയെ തളർത്താൻ ഒരു രോഗത്തിന് സാധിക്കുകയില്ല. ഒരു വിശ്വാസിയെ തളർത്താൻ അവന്റെ ജീവിതത്തിൽ വന്നേക്കാവുന്ന ദുഃഖങ്ങൾക്കോ പ്രയാസങ്ങൾക്കോ സാധിക്കുകയില്ല. എന്നാൽ ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അയാൾക്ക് പ്രതീക്ഷകൾക്ക് വകയില്ല. ഏതു പടച്ചവൻ, ഏത് റബ്ബ്, ലിബറലിസത്തിന്റെ നാസ്തികതയുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് റബ്ബ് മാറ്റിക്കൊടുക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഏത് റബ്ബിലാണ് അവർക്ക് പ്രതീക്ഷയുള്ളത്? ആരോട് പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടാകുമെന്നാണ് അവർ ധരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇല്ല, അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് അവർക്ക് വകുപ്പില്ല. അതുകൊണ്ട് തന്നെ അവർ ആത്മഹത്യയിലേക്കും ജീവിത നൈരാശ്യങ്ങളിലേക്കും ഡിപ്രഷനിലേക്കും സ്ട്രെസ്സുകളിലേക്കും ഒക്കെ പോവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിന് വല്ലാത്ത കുളിർമ നൽകുന്ന, വല്ലാത്ത ആനന്ദം നൽകുന്ന ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അജബൽ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം അത് വല്ലാത്ത അത്ഭുതം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് ആരംഭിക്കുന്നത് അങ്ങനെയാണ്: ഒരു സത്യവിശ്വാസിയാണോ നിങ്ങൾ? എന്നാൽ നിങ്ങളുടെ കാര്യം അത് വല്ലാത്ത അത്ഭുതം തന്നെയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സർവമാന കാര്യങ്ങളും ഖൈർ, അവന് ഖൈറാണ്, നന്മയാണ്. അവന്റെ ജീവിതത്തിൽ എന്തുണ്ടായാലും അതെല്ലാം അവന് ഖൈറാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിക്കുന്നില്ല, വീണ്ടും പറഞ്ഞു, വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഇതൊരു മുഅ്മിനിനല്ലാതെ, നോക്കൂ, ശ്രദ്ധിക്കണേ പ്രവാചകന്റെ പ്രയോഗം, ഇതൊരു സത്യവിശ്വാസിക്കല്ലാതെ മറ്റാർക്കും ഉണ്ടാവാത്തതാണ്. ജീവിതത്തിൽ എന്തുണ്ടായാലും, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഖൈർ, ഇത് ആർക്ക് മാത്രമേ ഉള്ളൂ? ഇത് മുഅ്മിനിന് മാത്രമേ ഉള്ളൂ. മുഅ്മിനല്ലാത്ത മറ്റൊരാൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ സ്വപ്നം കാണാൻ വരെ സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി വിശദീകരിക്കുന്നു, ഇന്നസാബത്തുഹു സറ, അവന്റെ ജീവിതത്തിൽ അവന് സന്തോഷമുണ്ടാകുന്ന, അവന് കൺകുളിർമയുണ്ടാകുന്ന, അവന് നയനാനന്ദകരമായ, അവന് ആഹ്ലാദകരമായ, സന്തോഷകരമായ അത്തരം കാര്യങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് ഉണ്ടായാൽ എന്താ ഒരു മുഅ്മിനിന്റെ സമീപനം? ശക്കറ, അവൻ ശുക്ർ ചെയ്യും. അവൻ ആത്മാർത്ഥമായി അൽഹംദുലില്ലാഹ്, പടച്ചവനെ നീ എനിക്ക് തന്നതാണിത്, ഇതിന്റെ ദാതാവിനെ സ്തുതിക്കാനും ആ ദാതാവിനെ ഓർക്കാനും ആ ദാതാവിനോട് കൂടുതൽ നന്ദിയോടുകൂടെ ജീവിക്കാനും ഇനിയുള്ള ജീവിതം ആ വിശ്വാസി മാറ്റിവെക്കും. ശക്കറ, അവൻ നന്ദി ചെയ്യുന്നു. വകാന ഖൈറൻ ലഹു, തീർച്ചയായിട്ടും ഇത് വിശ്വാസിക്ക് ഖൈറല്ലേ, അവന്റെ പാരത്രിക ജീവിതത്തിലേക്ക് അത് ഉപയോഗപ്രദമല്ലേ, അവന് പരലോകത്ത് വിജയിക്കാൻ അത് കാരണമല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. തീർന്നില്ല, റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, വ ഇന്ന സാബത്തുഹു ദറ, ഇനി അവന് വേദനകൾ ഉണ്ടാകുന്നു, രോഗങ്ങൾ ഉണ്ടാകുന്നു, പ്രയാസങ്ങളും സങ്കടങ്ങളും മനോവ്യതകളും സങ്കടങ്ങളും അവന്റെ ജീവിതത്തിലേക്ക് വന്നെത്തുകയാണ്. എന്താ അവൻ ചെയ്യുന്നത്? വിശ്വാസിയാണോ? സബറ, അവൻ ക്ഷമിക്കുകയാണ്. ഇതെന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്. എന്താണ് ഇത്തരം സന്ദർഭങ്ങളിൽ എന്റെ സമീപനം, ഞാൻ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു എന്നത് അറിയാനുള്ള എന്റെ റബ്ബിന്റെ പരീക്ഷണമാണ്. ഇല്ല, ഞാൻ ക്ഷമയോടുകൂടെ ആ റബ്ബിന്റെ പരീക്ഷണത്തിന് മുമ്പിൽ ഒരു വിനീതനായ ദാസനായി ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ച് ആ റബ്ബിൽ മാത്രം തവക്കുലാക്കി സഹിഷ്ണുതയോടെ, ക്ഷമയോടെ, തളരാതെ, പതറാതെ ഉറച്ചു നിൽക്കും ഞാൻ എന്റെ വിശ്വാസത്തിൽ. സബറ, ആ വിശ്വാസി ക്ഷമിക്കുന്നവനാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഫകാന ഖൈറല്ല, ഇതും അവന് ഖൈറല്ലേ. ഒരു വിശ്വാസിക്ക് അതും ഖൈറാണ്. അവൻ ക്ഷമിക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിന്റെ ലോകത്ത് അവനതാ ഒരുപാട് പ്രതിഫലങ്ങൾ അവനെ പ്രതീക്ഷിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം, ഇന്ന് നമുക്കറിയാം ഒരുപാട് ആളുകൾ രോഗികളാണ്. നമ്മോട് പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് രോഗികളുണ്ട്. മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ പിടിപെട്ട് വേദന തിന്നുകൊണ്ട് ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. വീടുകളിൽ നിന്ന് പള്ളിയിലേക്ക് വരാൻ കഴിയാതെ നമ്മുടെ പള്ളികളിലും പ്രാർത്ഥനകളിലും ഒക്കെ വരാൻ താല്പര്യമുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ സഹനത്തിനും ക്ഷമക്കുമൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല പാരത്രിക ലോകത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവരും നമ്മളുമൊക്കെ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്.
പലപ്പോഴും രോഗങ്ങൾ അത് വല്ലാത്ത വേദന തന്നെയാണ്, അത് പ്രയാസം തന്നെയാണ്, അത് സങ്കടം തന്നെയാണ്. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കേവലം ഒരു സങ്കടത്തിലോ ഒരു പ്രയാസത്തിലോ ഒരു ദുഃഖത്തിലോ വേദന കടിച്ചിറക്കുന്നതിലോ മാത്രമുള്ളതല്ല രോഗം എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ യുസീബുൽ മുസ്ലിം മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദൻ വലാ ഗമ്മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുകയാണ്, ഒരു മുസ്ലിമിന് ക്ഷീണം വരുന്നു. നോക്കൂ, രോഗം മാത്രമല്ല, ഒരു മുസ്ലിമിന് ക്ഷീണം വരുന്നു. അതേ രൂപത്തിൽ തന്നെ ഒരു മുസ്ലിമിന് ഈ രൂപത്തിലുള്ള വലാ വസബിൻ രോഗം വരുന്നു. അതുപോലെ തന്നെ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ, ഒരു മുസ്ലിമിന് ഈ ഏതെങ്കിലും രൂപത്തിലുള്ള വിഷമമോ സങ്കടങ്ങളോ ഉണ്ടാകുന്നു. അതേ രൂപത്തിൽ തന്നെ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു, ഹത്ത ശൗഖത്തു യുശാഖുഹ, അവന്റെ കാലിൽ തറക്കുന്ന ഒരു മുള്ള്. ആലോചിച്ചു നോക്കൂ, ഒരു മുള്ള് തറക്കുന്ന വേദന ഒരു വിശ്വാസിക്കുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായ, അവന്റെ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ പാപങ്ങളെ അല്ലാഹ് അതുകൊണ്ട് മായ്ച്ചു കളയും. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, നമ്മൾ അനുഭവിക്കുന്ന ആ തലവേദന, നമ്മൾ അനുഭവിക്കുന്ന പനി, നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ, നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങൾ, പലപ്പോഴും അതിനെ പഴി പറഞ്ഞുകൊണ്ട് എനിക്കെന്തേ ഇങ്ങനെ എന്ന് നിരാശപ്പെട്ട് തളർന്ന് അള്ളാഹുവിനെ കുറിച്ച് മോശമായ ചിന്താഗതികളോടെ എല്ലാ ഊർജ്ജസ്വലതയും നഷ്ടപ്പെട്ട് തളർന്ന് നിരാശയോടെ ജീവിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. ഒരു വിശ്വാസി എങ്ങനെ ആയിക്കൂടാ? രോഗങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങളും സങ്കടങ്ങളും ജീവിതത്തിലേക്ക് വരുമ്പോ തളർന്ന് ആകെ നിരാശയോടുകൂടി ആത്മഹത്യയെ കുറിച്ച് ഒന്നും തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന എത്ര സഹോദരികൾ, എത്ര സഹോദരങ്ങളുണ്ട്. ഈ വിശ്വാസി അങ്ങനെ ആയിക്കൂടാ. അവൻ അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. ക്ഷമയോടുകൂടെ ഇതെന്റെ റബ്ബ് എനിക്ക് തന്ന പരീക്ഷണമാണെന്ന ഉറച്ച വിശ്വാസത്തോടെ നാളെ ഇതിലും നല്ല ഒരു ദിവസത്തെ എന്റെ റബ്ബ് ഞാൻ ക്ഷമയോടുകൂടെ ഇതിനെ സമീപിച്ചാൽ എന്റെ റബ്ബ് എനിക്ക് തരുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയും വിശ്വാസവുമാണ് നമ്മെ മുന്നോട്ട് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് പ്രചോദനമായി തീരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അവന്റെ ദോഷങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന്. വേദനകൾ മാത്രമല്ല, മാറാ രോഗങ്ങൾ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതെന്താ? വലാ ഹുസ്നിൻ വലാ ഹമ്മിൻ, ഒരു ഹുസ്ൻ, ഒരു ദുഃഖം, ഒരു മനക്ലേശം, ഒരു സങ്കടം പോലും, ആ സങ്കടത്തിന് പോലും നിങ്ങൾ വിശ്വാസിയാണോ നിങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്നും നിങ്ങളുടെ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ മഹദി ഉമ്മു സായിബ് റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് യോഗ സന്ദർശനത്തിന് വേണ്ടി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പ്രവേശിച്ചു. അവരോട് ചോദിച്ചു, മാലക്കി യാ ഉമ്മു സായിബ്, എങ്ങനെയുണ്ട് ഉമ്മു സായിബ്, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? തുസഫ്സിഫീൻ, നിങ്ങൾ വല്ലാതെ കിടന്ന് വിറയ്ക്കുന്നുണ്ടല്ലോ, ശരീരത്തിന് വല്ലാതെ വിറ ഉണ്ടല്ലോ, എന്തു പറ്റി നിങ്ങൾക്ക്? ആ മഹദി പറഞ്ഞു, കാലത്ത് അൽ ഹുമ്മ ലാ ബാറക്കല്ലാഹു ഫീഹാ, അവര് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ എനിക്ക് വല്ലാത്ത പനിയാണ് നബിയെ, ലാ ബാറക്കല്ലാഹു ഫീഹാ, അള്ളാഹു ഇതിൽ ബറക്കത്ത് ചെയ്യാതിരിക്കട്ടെ എന്ന് അവര് പ്രാർത്ഥിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട് ആ മഹദിയോട് പറഞ്ഞു, ലാ തുസബ്ബിൽ ഹുമ്മ, നീ പനിയെ ആക്ഷേപിച്ചു പറയരുത്, നീ ചീത്ത പറയരുത്, ആ രൂപത്തിൽ നീ സംസാരിക്കരുത്. കാരണം ഇത് മനുഷ്യന്റെ പാപങ്ങളെ കഴുകിക്കളയുന്നതാണ് ഉമ്മു സായിബ്. നമുക്ക് പനി ഉണ്ടാവാറില്ലേ സഹോദരങ്ങളെ? നമുക്ക് വേദനകൾ ഉണ്ടാവാറില്ലേ? നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാവാറില്ലേ? നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ നമ്മെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ സഹിക്കുന്ന വേദനകൾക്കനുസൃതമായിക്കൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി ഉദാഹരണം പറഞ്ഞു, കമാ യുദ്ഹിബുൽ കീറു ഖബസൽ ഹദീദ്, ഒരു ഇരുമ്പ് ഉലയിലിട്ട് ഉരിക്കുന്ന സമയത്ത് അതിനകത്തുള്ള മാലിന്യങ്ങളൊക്കെ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ നിന്നെ അള്ളാഹു ശുദ്ധീകരിച്ചെടുക്കുന്നു. നിന്റെ മനസ്സിലെ കറകൾ, പാപക്കറകൾ അള്ളാഹ് കഴുകി ശുദ്ധിയാക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
വേദനകൾ അനുഭവിക്കുമ്പോ, രോഗങ്ങൾ ഉണ്ടാകുമ്പോ നിരാശയോടുകൂടെ മാത്രം കാണേണ്ടതല്ല ആ രോഗത്തെ വിശ്വാസികൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തീർന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങൾ വലിയ മഹത്തായ പ്രതിഫലം അവന് നൽകപ്പെടുന്നുണ്ട്. അള്ളാഹുവിന്റെ സമീപത്ത് ഉയർന്ന പദവികൾ അതുകൊണ്ട് അവന് ലഭിക്കുന്നുണ്ട് എന്ന. നമ്മൾക്ക് അനുഭവിക്കുന്ന രോഗങ്ങൾ അത് കേവലം ഒരു രോഗം മാത്രമല്ല, ഒരു വേദന മാത്രമല്ല. നമ്മൾ വിശ്വാസിയാണോ, അയാൾക്കുള്ള ഗുണം മാമിൻ മുസ്ലിമിൻ യുശാഖു ശൗകതൻ ഫമാ ഫൗഖഹ ഇല്ലാ കുതിബത് ലഹു ബിഹാ ദറജ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു വിശ്വാസി ഈ രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോ കുതിബത് ലഹു ബിഹാ ദറജ, അയാൾക്ക് അതുകൊണ്ട് ഒരുപാട് പദവികൾ അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്. വമുഹിയത് അൻഹു ബിഹാ ഖതിഅ, അവന്റെ പാപങ്ങൾ അള്ളാഹു മായ്ച്ചു കളയുന്നതോടൊപ്പം സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ അലങ്കരിക്കാൻ അവനെ പ്രാപ്തമാക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നോക്കൂ, നമ്മൾ എത്ര സഹോദരങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ അറിവിൽ നമ്മുടെ അയൽവക്കങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വീടുകളിൽ എത്രയെത്ര ആളുകളുണ്ട്. ഈ വിഷയം അവര് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ രോഗങ്ങൾ, എന്റെ വേദനകൾ എന്നെ അള്ളാഹു ശുദ്ധീകരിക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, മാമിൻ മറദിൻ യുസീബുനി അഹബ്ബു ഇലയ്യ മിനൽ ഹുമാ, ഞാൻ എന്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്ന രോഗങ്ങളിൽ വെച്ച് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അത് പനിയാണ് എന്ന് അദ്ദേഹം പറയാറുണ്ട്. കാരണം പനി വരുമ്പോ കൈക്ക് മാത്രം പനി വരൂലല്ലോ, കാൽക്ക് മാത്രം പനി വരൂലല്ലോ, മറിച്ച് അത് എന്റെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളെയും ബാധിക്കും. എന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോ അതിന്റെ പ്രതിഫലവും ശരീരം മുഴുവൻ എനിക്ക് ലഭ്യമാകുമല്ലോ എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്, അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ അതിനെ ഈ രൂപത്തിൽ മാത്രം ഒരു നിരാശയോടുകൂടെ മാത്രം നമ്മൾ കാണേണ്ടതല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചില പ്രതീക്ഷകൾ വെക്കാൻ കൂടെ അതിൽ സാധ്യതകളുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ, സ്വാലിഹീങ്ങളായ ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്ന സ്വാലിഹീന യുശദ്ദദു അലൈഹിം. ഒരു സ്വാലിഹി ആയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനായ തഖ്വയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രയാസങ്ങൾ അല്പം കഠിനമായിരിക്കും. പലരും പറയലെന്താണ്, എന്താ ഞാൻ തഹജ്ജുദ് നിസ്കരിക്കലുണ്ടല്ലോ, ഞാൻ ശിർക്ക് ചെയ്യലില്ലല്ലോ, ഞാൻ ബിദ്അത്ത് ചെയ്യലില്ലല്ലോ, എന്റെ ജീവിതത്തിൽ തിന്മകളിൽ നിന്നൊക്കെ കഴിവിന്റെ പരമാവധി ഞാൻ, എന്നിട്ടും എനിക്കിങ്ങനെ പ്രയാസങ്ങൾ കൂടിക്കൂടി വരികയാണല്ലോ, എന്താ പടച്ചോൻ എന്നോട് വല്ല ദേഷ്യമുണ്ടോ? നീ സ്വാലിഹാണെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞു, യുശദ്ദദു അലൈഹിം, അവർക്ക് ആ രൂപത്തിൽ പ്രയാസങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്കുള്ള പ്രയാസങ്ങൾ ഇല്ലാ ഖുത്തു ബിഹി അൻഹു ഖതിഅ, എന്ത് തെറ്റുകൾ അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ അല്ലാഹു മായ്ച്ചു കളയുന്നു. വറഫിഅ ബിഹാ ദറജ, ആ വേദന സഹിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ നൽകുന്നുണ്ട്. അവരുടെ പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കളയുന്നുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാരത്രിക ലോകത്ത് ഉന്നതമായ സൗകര്യങ്ങൾ ഒരുക്കി വെക്കുന്നുണ്ട്, പദവികൾ ഉയർത്തുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി പറയാണ്. സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ ആലോചിക്കും, എന്തിനാണ് ഈ പരീക്ഷണങ്ങൾ? വേദനയോടുകൂടെ ജീവിക്കുന്ന ആളുകളില്ലേ? ഈ ഖുത്ബ പിന്നീട് വീടുകളിൽ വെച്ച് കേൾക്കാൻ മാത്രം വിധിക്കപ്പെട്ട ആളുകൾ ഉണ്ടാകും. അവർക്ക് ആഗ്രഹം ഉണ്ടാകും പള്ളിയിലേക്ക് വരാൻ, പക്ഷേ സാധിക്കാത്തവരുണ്ടാകും. പക്ഷേ നമ്മളും അവരുമൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വർത്തമാനം, ഇന്നൽ അബ്ദ ഇദാ സബഖത് ലഹു മിനല്ലാഹി മൻസിലതൻ, അല്ലാഹ് നമുക്ക് ഒരു അവസ്ഥ, സ്വർഗത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ലം യബ്ലൗഹാ ബിഅമലിഹി, പക്ഷെ അയാളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അയാൾ അല്ലാഹ് ഉദ്ദേശിച്ച ആ സ്ഥാനത്ത് എത്തിയിട്ടില്ല എങ്കിൽ, നന്നായി നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹ് നമ്മളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ അല്ലാഹ് തീരുമാനിച്ചു. അള്ളാഹുവിന്റെ ഖദാ ആണ്, ഖദറാണ്. പക്ഷെ നമ്മുടെ അമലുകളെ കൊണ്ട് നമുക്ക് അവിടെ എത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഇബ്തലാഹു അല്ലാഹു ഫീ ജസദിഹി ഔ ഫീ മാലിഹി ഔ ഫീ വലദിഹി, അല്ലാഹ് എന്ത് ചെയ്യും? അയാളുടെ ശരീരത്തിൽ അല്ലാഹു പരീക്ഷിക്കും.
അയാളുടെ സമ്പത്ത് കുതിച്ചുയരിയിരിക്കും. പെട്ടെന്ന് അതിന്റെ ഗ്രാഫ് താഴേക്ക് വരും. ഫീ മാലിഹി, സാമ്പത്തികമായി അയാൾക്ക് മാന്ദ്യമുണ്ടാകും, തകർച്ചയുണ്ടാകും. അതേ രൂപത്തിൽ തന്നെ ഔഫി വലതി, അയാളുടെ മക്കള് ആരെങ്കിലും മരണപ്പെട്ടു പോവുകയോ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുകയോ ചെയ്തേക്കാം. ഇങ്ങനെ എന്തെങ്കിലും അയാൾക്കുണ്ടാകുന്ന ഒരു പ്രയാസങ്ങൾ അള്ളാഹു അയാൾക്ക് കൊടുക്കും. അപ്പോഴും വിശ്വാസിയാണെങ്കിൽ അയാൾ എന്തു ചെയ്യും? സുമ്മ സ്വബറഹു അലാ ദാലിക്, അയാൾ ആ വിഷയത്തിൽ, ആ പരീക്ഷണത്തിൽ അയാൾ ക്ഷമിക്കും. ഹത്താ യുബ്ലിഗഹുൽ മൻസിലത്തല്ലതി സബഖത് ലഹു മിനല്ലാഹി തആല, അല്ലാഹു ഉദ്ദേശിച്ച ആ സ്വർഗീയ പദവിയിലേക്ക്, ഉന്നതിയിലേക്ക് അയാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരീക്ഷണത്തിലൂടെ കൊണ്ടുപോകും. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, നമുക്ക് വേദനകൾ ഉണ്ടാകുമ്പോൾ, നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, നമുക്ക് തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, നമ്മെ തളർത്തിക്കളയുന്ന ഇത്തരം പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുമ്പോൾ അതിനെ ഈമാനിന്റെ കുവ്വത്ത് കൊണ്ട് നേരിടാനും അതിനെ സ്വബറോടുകൂടെ, ക്ഷമയോടുകൂടെ കൈകാര്യം ചെയ്യാനും നമുക്ക് സാധിച്ചാൽ ഒരുപക്ഷെ അള്ളാഹുവിന്റെ സ്വർഗത്തിലെ ഉന്നതമായ പദവികളായിരിക്കും നമ്മെ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയത്തെ അതേ രൂപത്തിൽ നോക്കിക്കാണാനും പരീക്ഷണങ്ങളിൽ തളർന്നു പോകാതെ, പതറിപ്പോവാതെ ഉറച്ചു നിൽക്കാനുള്ള ഒരു ഈമാനികമായ മനസ്സാണ് നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഉയർന്ന ഈമാനോടുകൂടെ ജീവിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയവുമായി ഒരിക്കൽ പറഞ്ഞു, യഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുദ്സിയായ ഹദീസ്, മൻ അദ്ഹബതു ഹബീബത്തൈ, ഞാൻ ഒരു മനുഷ്യന് ഏറെ പ്രിയപ്പെട്ട രണ്ട് കണ്ണുകൾ അത് നാം എടുത്തു കളഞ്ഞു, നഷ്ടപ്പെടുത്തി കളഞ്ഞു. അഥവാ കണ്ണിന്റെ കാഴ്ച ഒരാൾക്ക് അത് വലിയ അനുഗ്രഹമാണ്, അത് എടുത്തു കളഞ്ഞു. ഫസ്വബറ വഹ്തസബ, പക്ഷെ അയാൾ നിരാശനായില്ല, അയാൾ അവിവേകത്തോടുകൂടെ സംസാരിച്ചില്ല, അയാൾ ക്ഷമയോടുകൂടെ അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കുകയും ക്ഷമിക്കുകയും ചെയ്താൽ ലം അർദലഹു സബാബൻ ദൂനൽ ജന്ന, അയാൾക്ക് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് അല്ലാഹു പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അയാൾക്ക് ലഭിക്കുന്നത് സ്വർഗമാണ്. എത്രത്തോളം അന്ധരായ സഹോദരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഇതുപോലെ ഇത് ഒരു കണ്ണിന്റെ വിഷയം മാത്രമല്ല, നേരത്തെ പറഞ്ഞ ഹദീസുകളിലൂടെയൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇതേ വിഷയമാണ്. രോഗങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ, ഇതെല്ലാം ഒരു മുഅ്മിനിന് സ്വർഗം കരസ്ഥമാക്കാനുള്ളതാണ്. വേദനിക്കാനും തളരാനും നിരാശയോടുകൂടെ സംസാരിക്കാനും വരുന്നവരോടും പോകുന്നവരോടൊക്കെ ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കാനുമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി അറിയുമോ നമുക്ക്? ഏത് സന്ദർഭത്തിലും റസൂലുള്ളാഹിനോട് എന്തൊക്കെയുണ്ട് വർത്തമാനം എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹിന്റെ മറുപടി അൽഹംദുലില്ലാഹ് എന്നാണ്. അല്പം സങ്കടമുള്ള, വേദനകളുള്ള, പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴാണ് ഈ ചോദ്യമെങ്കിൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, റസൂലുള്ളാഹി പറയും അപ്പോഴും ഏതവസരത്തിലും അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ഇത് മനസ്സിൽ നിന്ന് പറയാൻ കഴിയണം. ഏത് സന്ദർഭത്തിലാണെങ്കിലും സഹോദരികളെ, സഹോദരങ്ങളെ, നമുക്ക് പറയാൻ കഴിയണം അൽഹംദുലില്ലാഹ് എന്ന് ഹൃദയത്തിൽ നിന്ന് പറയാൻ നമുക്ക് സാധിക്കണം. നമ്മൾ അങ്ങനെ തളർന്നു പോകേണ്ടവരല്ല. നമ്മൾ ഈ രൂപത്തിലുള്ള രോഗം, ഇത് ദുനിയാവാണ്. ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കും ഈ ദുനിയാവിൽ. വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. പരീക്ഷണങ്ങൾ ഉണ്ടാകും, ഭയം നൽകും, രോഗങ്ങൾ നൽകും, പട്ടിണി നൽകും, സാമ്പത്തിക മാന്ദ്യം നൽകും, അതുപോലെ തന്നെ കായികനികളിൽ മാന്ദ്യം വരുത്തും. പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. വബശ്ശിരിസ് സാബിരീൻ, ആരാണ് വിജയിക്കുന്നവർ? സബറുള്ളവരാണ്, ക്ഷമയോടുകൂടെ ഇതിനെ കൈകാര്യം ചെയ്യുന്നവരാണ്, അതിനെ ക്ഷമയോടുകൂടെ സഹിഷ്ണുതയോടുകൂടെ പരീക്ഷണങ്ങളെ സമീപിക്കുന്നവരാണ്. അതുകൊണ്ട് തളർന്നു പോകാതെ,
പതറിപ്പോകാതെ അള്ളാഹുവിൽ ശുഭപ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഈ ക്ഷമക്കും സഹനത്തിനും പ്രതിഫലക്കുമൊക്കെ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ അനന്യമായ അതുല്യമായ പ്രതിഫലങ്ങൾ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടോ. എന്റെ റബ്ബിന്റെ സ്വർഗത്തിൽ ഉന്നതമായ പദവികളാണ് ഞാൻ ഇന്ന് സഹിക്കുന്ന ഈ സഹനത്തിന് എന്നെ കാത്തിരിക്കുന്നത് എന്ന ശുഭപ്രതീക്ഷയാവണം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിരാശയോടെയല്ല, വേദനയോ സഹിക്കുമ്പോഴും ഒരു പ്രതീക്ഷയോടുകൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.